ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവിന് വന്ദനം. എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഇന്ന് പ്രശ്നമാർഗം 20-ാം അധ്യായത്തിലെ 35 മുതലുള്ള ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 20-ാമത്തെ അധ്യായം പുരുഷജാതകം കൊണ്ട് ഭാര്യാചിന്ത, എങ്ങനെയാണ് ഭാര്യയെ കിട്ടുക എന്നുള്ള, ഏത് സ്വഭാവക്കാരിയാണ്, ഏത് ശാരീരിക പ്രകൃതിയുള്ളവളാണ്, സ്വഭാവപരമായിട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പുരുഷജാതകം കൊണ്ട് 7-ാം ഭാവം കൊണ്ടും ചിന്തിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് 20-ാം അധ്യായത്തിൽ പറയുന്നത്. പ്രത്യേകിച്ചും ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയാണ് പറയുന്നത്. 35-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്. ലഗ്നേശ്വരാൽ പൂർണ്ണബലെ കളത്രനാദേ ശുഭാംശേ ശുഭദൃഷ്ടിയുക്തേ വൈശേഷികാംശേ പരമോച്ഛഭാഗേ ചോത്കൃഷ്ടജാതോ ഹി കളത്രലാഭ. കളത്രനാഥേ ലഗ്നേശ്വരാൽ, 7-ാം ഭാവാധിപൻ ലഗ്നാധിപനേക്കാൾ പൂർണ്ണബലേ ശുഭാംശേ, അധിക ബലവാനായി ശുഭനവാംശകത്തിൽ ശുഭദൃഷ്ടിയുക്തേ, ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി വൈശേഷികാംശേ, വൈശേഷികാംശത്തിലോ പരമോച്ഛഭാഗേ ചേൽ, പരമോച്ഛത്തിലോ നിന്നാൽ ഉത്കൃഷ്ടജാതോ, തന്നേക്കാൾ ഉയർന്ന തറവാട്ടിൽ നിന്നും കളത്രലാഭഹി, ഭാര്യാലാഭം ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ തൻ്റെ തറവാട്ടിനേക്കാൾ മഹിമ കൂടുതലുള്ള ഭാര്യയെ കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. 7-ാം ഭാവാധിപൻ ലഗ്നാധിപനേക്കാൾ അധിക ബലവാനായിട്ട് നിൽക്കുക. ബലം 7-ാം ഭാവാധിപന് കൂടുതലായി, ലഗ്നാധിപനേക്കാൾ ബലം കൂടുതൽ 7-ാം ഭാവാധിപനാവുക. അതേപോലെ തന്നെ ശുഭനവാംശകത്തിൽ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി നിൽക്കുക. ശുഭനവാംശകം എന്ന് വെച്ചാൽ ശുഭഗ്രഹങ്ങളുടെ രാശിയിൽ അംശകം വരിക. അതേപോലെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവുക. വൈശേഷികാംശത്തിലോ പരമോച്ഛത്തിലോ നിന്നാൽ, പരമോച്ഛം, ഉച്ചം, പരമോച്ഛം, അതേപോലെ വൈശേഷികാംശം, അതൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ അറിയുന്നവർ മനസ്സിലാക്കുക. അങ്ങനെ നിന്നാലും ഉയർന്ന തറവാട്ടിൽ നിന്നും ഭാര്യാലാഭം ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ 7-ാം ഭാവാധിപൻ ലഗ്നാധിപനേക്കാൾ ബലമായിട്ട് നിൽക്കുക, ശുഭരാശിയിൽ നിൽക്കുക, ശുഭദൃഷ്ടിയോടുകൂടി നിൽക്കുക, ശുഭനവാംശകത്തിൽ നിൽക്കുക, ഇങ്ങനെ വരിക. പിന്നെ വൈശേഷികാംശത്തിലോ പരമോച്ഛത്തിലോ നിന്നാലും തന്നേക്കാൾ ഉയർന്ന തറവാട്ടിൽ നിന്നും ഭാര്യയെ ലഭിക്കും എന്നാണ് പറഞ്ഞത്. ലഗ്നേശ്വരാഹീനബലെ കളത്രനാദേ അരിരാശാംശകദേ വിമൂഢേ നീചാംശഭേ പാപസമന്വിദേവ നികൃഷ്ടജാതോ ഹി കളത്രലാഭ ഇതി. ഇതിൽ 7-ാം ഭാവാധിപൻ കളത്രനാദേ ലഗ്നേശ്വരാൽ, 7-ാം ഭാവാധിപൻ ലഗ്നാധിപനേക്കാൾ ഹീനബലേ വിമൂഢേ, ബലഹീനനായി മൗഢ്യം പ്രാപിച്ച് അരിരാശ്യാംശകദേവ, ശത്രുക്ഷേത്രത്തിലോ നവാംശത്തിലോ ശത്രുനവാംശത്തിലോ നിൽക്കുകയോ നീചാംശഭേ, നീചനവാംശത്തിലോ നീചരാശിയിലോ പാപസമന്വിതേ, പാപനോടുകൂടി നിൽക്കുകയോ ചെയ്താൽ നികൃഷ്ടജാതോ, തന്നേക്കാൾ താഴ്ന്ന തറവാട്ടിൽ നിന്നും കളത്രലാഭഹി, ഭാര്യാലാഭം ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ 7-ാം ഭാവാധിപന് ലഗ്നാധിപനേക്കാൾ ബലം കുറവാണെങ്കിൽ നീചരാശിയിൽ അംശകം, നീചരാശിയിൽ നിൽക്കുക, ശത്രുക്ഷേത്രത്തിൽ നിൽക്കുക, ശത്രുക്ഷേത്രത്തിൽ അംശകം വരിക, മൗഢ്യമായിട്ട് നിൽക്കുക, പാപനോടുകൂടി നിൽക്കുക, അല്ലെങ്കിൽ നോക്കുക ചെയ്യുക. അങ്ങനെ വന്നാൽ തൻ്റെ തറവാട്ട് മഹിമയിൽ നിന്നും താഴ്ന്നതായിട്ടുള്ള ഭാര്യാലാഭം ഉണ്ടാകുക ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 35-36 ശ്ലോകങ്ങളെ കൊണ്ട് ഒന്ന് 7-ാം ഭാവാധിപന് ലഗ്നാധിപനേക്കാൾ ബലം ഉണ്ടാവുക, പരമോച്ഛം, വൈശേഷികാംശം, ശുഭരാശിസ്ഥിതി, ശുഭനവാംശകസ്ഥിതി, ശുഭഗ്രഹദൃഷ്ടി, ബലം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഉയർന്ന തറവാട്ടിൽ നിന്നും ഭാര്യാലാഭം ഉണ്ടാകും. 7-ാം ഭാവാധിപന് ലഗ്നാധിപനേക്കാൾ ബലഹീനനായിട്ട് നിൽക്കുക, മൗഢ്യം പ്രാപിച്ച് നിൽക്കുക, നീചരാശിയിൽ നിൽക്കുക, നീച അംശകമായിട്ട് നിൽക്കുക, അതിന് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുക, ശത്രുക്ഷേത്രത്തിൽ അംശകമായിട്ട് നിൽക്കുക, പാപഗ്രഹങ്ങളോട് കൂടി നിൽക്കുക, പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടി നിൽക്കുക. അങ്ങനെ വന്നാൽ തന്നേക്കാൾ താഴ്ന്ന തറവാട്ടിൽ നിന്നും
ഭാര്യാലാഭം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇനി ഇത്രയും സർവാർത്ഥ ചിന്താമണിയിൽ നിന്ന് അനന്തരം പുനർവിവാഹ ലക്ഷണമാണ് പറയപ്പെടുന്നത്. അപ്പോൾ പുനർവിവാഹ ലക്ഷണം എന്ന് വെച്ചാൽ വീണ്ടും വിവാഹം കഴിക്കാനുള്ള ലക്ഷണം എന്താണെന്നുള്ളതാണ് പറയുന്നത്. പ്രാക് ലഗ്നേ ദ്വന്ദ്വരാശോ ശശിനി ച മദഭേദ്വന്ദ്വേ വാ തദംശേ ലാഭേ ഗേഡദ്വയാഢ്യേ സതി ച മദനഭേ ക്ലീബഗേഡാനി തേജ ഉദ്വാഹൗ ദൗ ഭവേതാമഥ മദനഗദേ ഭൗമഭാസ്വന്നവാംശേ തൗ വാ യദ്യസ്തസംസ്ഥൗ ഭവതി ഖലു നൃണാം വല്ലഭൈകൈവ നൂനാം. പ്രാഗ്ലഗ്നേ ദ്വന്ദ്വരാശോ ഉദയലഗ്നം ഉഭയരാശിയാവുകയും ശശിനി ച മദഭേ ചന്ദ്രനും 7-ാം ഭാവാധിപനും ദ്വന്ദ്വേ വാ തദംശേ ഉഭയരാശിയിലോ ഉഭയരാശി നവാംശത്തിലോ നിൽക്കുകയും ലാഭേ ഖേഡദ്വയാഢ്യേ ച 11-ൽ 2 ഗ്രഹങ്ങൾ നിൽക്കുകയും മദനഭേ ക്ലീബഖേഡ 7-ാം ഭാവത്തിൽ നപുംസക ഗ്രഹങ്ങൾ നിധേ സതിച ബുധനും ശനിയും നിൽക്കുകയും ചെയ്താൽ ദൗ ഉദ്വാഹോ ഭവേതാം 2 വിവാഹം നടക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഉദയലഗ്നം ഉഭയരാശിയാവും. ഉഭയരാശികൾ ഏതൊക്കെയാണ്? മിഥുനം, കന്നി, ധനു, മീനം. ഇങ്ങനെ 4 രാശികളിൽ എവിടെയെങ്കിലും ഉദയലഗ്നാവുക. എന്നിട്ട് 7 ചന്ദ്രനും 7-ാം ഭാവാധിപനും ഉഭയരാശിയിലോ ഉഭയരാശി നവാംശത്തിലോ നിൽക്കുക. അപ്പോൾ ഉദയലഗ്നം ഉഭയരാശിയിലാവുക, ചന്ദ്രനും 7-ാം ഭാവാധിപനും ഇങ്ങനെ ഈ 4 രാശികളിൽ എവിടെയെങ്കിലും നിൽക്കുകയോ അല്ലെങ്കിൽ അംശകം അവിടെ ആവുകയോ ചെയ്യുക. അപ്പോഴും പുനർവിവാഹ ലക്ഷണമാണ്. 11-ൽ 2 ഗ്രഹങ്ങൾ നിൽക്കുക, 7-ാം ഭാവത്തിൽ നപുംസക ഗ്രഹങ്ങൾ ബുധനും ശനിയും നിൽക്കുകയും ചെയ്താൽ 2 വിവാഹം നടക്കുന്നതാണ്. 7-ാം ഭാവത്തിൽ നപുംസക ഗ്രഹങ്ങളായിട്ടുള്ള ബുധനും ശനിയും നിൽക്കുകയോ 11-ൽ 2 ഗ്രഹങ്ങൾ നിൽക്കുകയോ ഉദയരാശി ഉഭയരാശിയാവുകയോ അതിൻ്റെ അംശകം ചന്ദ്രനോ 7-ാം ഭാവാധിപനോ ഉഭയരാശിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ അംശകം ചന്ദ്രൻ്റെയും 7-ാം ഭാവാധിപൻ്റെയും അംശകം ഉഭയരാശിയിലാവുകയും ചെയ്താൽ 2 വിവാഹം നടക്കുന്നതാണ്. അഥ ഭൗമഭാസോന്നവാംശേ അനന്തരം കുജൻ്റെയും സൂര്യൻ്റെയും നവാംശം മദനഗതി 7-ാം ഭാവത്തിൽ വന്നാൽ തൗ അസ്തസംസ്ഥൗ വായതി സൂര്യന്മാർ 7 നിൽക്കുന്നു എങ്കിൽ പോലും നൃണാനൂനം വല്ലഭ അങ്ങനെയുള്ള പുരുഷന് നിശ്ചയമായും ഭാര്യ ഏക ഏവ ഖലു ഭവതി ഒരെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിലെന്താ പറഞ്ഞത്? കുജൻ്റെയും സൂര്യൻ്റെയും നവാംശം 7-ാം ഭാവത്തിൽ വരിക. കുജസൂര്യന്മാർ 7 നിൽക്കുന്നെങ്കിൽ പോലും അങ്ങനെയുള്ള പുരുഷന് നിശ്ചയമായും ഭാര്യ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് കുജനും സൂര്യനും 7-ൽ നിൽക്കുക, പിന്നെ അതിൻ്റെ അംശകം അവിടെ തന്നെ വരിക. കുജൻ്റെയും സൂര്യൻ്റെയും നവാംശം 7-ാം ഭാവത്തിൽ വന്നാൽ കുജസൂര്യന്മാർ 7 നിൽക്കുന്നെങ്കിൽ പോലും അങ്ങനെയുള്ള പുരുഷന് നിശ്ചയമായും ഭാര്യ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അംശം അവിടെ തന്നെ വന്നാലും ഒരു ഭാര്യയെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. കുജനും സൂര്യനുടെയും അംശകം, അതായത് കുജനും സൂര്യനും ഭാര്യക്ലേശം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് അവർ 7 നിന്നാലും കൂടി അതിൻ്റെ അംശം അവിടെ വന്നാലും പുരുഷന് ഒരു ഭാര്യയെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒന്നിലധികം വിവാഹം ചെയ്താലും ഒരു ഭാര്യ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ, അങ്ങനെയും പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്താലും ഭാര്യ ഒരാളെ ജീവിക്കുള്ളൂ. അപ്പോൾ ഭാര്യാക്ലേശമാണ് അവിടെ പറയുന്നത്. കുജനും സൂര്യനും 7 നിൽക്കുക, അതിൻ്റെ അംശകം അവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ പുനർവിവാഹ ലക്ഷണം തന്നെയാണത്. പക്ഷെ പുനർവിവാഹം ചെയ്താലും കൂടിയിട്ട് ഭാര്യ ഒരാളെ ഉണ്ടാവുള്ളൂ എന്നാണ് 37ാമത്തെ ശ്ലോകം കൊണ്ട് പറയുന്നത്. ഇന്നത്തെ ശ്ലോക വ്യാഖ്യാനം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.